ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കാച്ചെണ്ണയാണ്. ഇപ്പോഴത്തെ ഈ ഡ്രൈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന താരനും അതേപോലെ മുടി കൊഴിച്ചിലൊക്കെ ഒരുവിധം കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ മുടി കൊഴിച്ചിലും സാധാരണ മുടി വളരുന്നതൊക്കെ ഓരോരുത്തരുടെ ജനറ്റിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതേപോലെ തൈറോയിഡ്, PCOD ഒക്കെ ഉള്ളവർക്ക് തന്നെ നന്നായിട്ട് മുടി കൊഴിയുകയും ചെയ്യും, താരനും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ എണ്ണയ്ക്ക്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ ഒരു 1/2 ലിറ്റർ നല്ലെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഡ്രൈ ക്ലൈമറ്റിൽ വെളിച്ചെണ്ണയെക്കാട്ടിലും കൂടുതൽ നല്ലത് നല്ലെണ്ണയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെളിച്ചെണ്ണ പെട്ടെന്ന് നമ്മൾ ബോഡി അബ്സോർബ് ചെയ്യും, അപ്പോൾ വീണ്ടും അങ്ങ് ഡ്രൈ ആയിപ്പോവും. ഈ നല്ലെണ്ണയാകുമ്പോൾ കുറച്ച് നേരം മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കും. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 5 നെല്ലിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ചെമ്പരത്തി ഇല ഒരു 3 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സൈസ് കറ്റാർവാഴയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ തെച്ചിപ്പൂ എടുത്തിട്ടുണ്ട്, ചെറിയ ഇലയുടെ തെച്ചിപ്പൂ ഉണ്ടല്ലോ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കരിഞ്ചീരകവും കൂടെ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ അങ്ങ് അരയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഇലകൾ പനിക്കുറുക്കയുണ്ട്. പനിക്കുറുക്ക നമുക്ക് ജലദോഷത്തിനും അതേപോലെ ചുമയ്ക്കൊക്കെ നല്ലതാണ്. അപ്പം പനിക്കുറുക്ക നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ അതിടാൻ നോക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് പൂവാങ്കുറുന്തലാണ്. ഇത് തലവേദനയ്ക്കൊക്കെ നല്ലതാണ് പൂവാങ്കുറുന്തലും എണ്ണ കാച്ചുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില മുടി കറക്കുന്നതിനുമൊക്കെ നല്ലതാണ്. അപ്പം അതും ഒരു 2-3 തണ്ട്, അധികമൊന്നുമില്ല, ഒരു 2 തണ്ട് 3 തണ്ട് അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പിലയാണ്. വേപ്പില താരൻ പോകാൻ ബെസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളവും നമ്മൾ തലയിൽ തേക്കുന്നത് നല്ലതാണ്. ഈ വേപ്പില തിളപ്പിച്ച വെള്ളവും തലയിൽ തേക്കുന്നത് താരൻ പോകാൻ നല്ലതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മൈലാഞ്ചി ഇലയാണ്. അത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നൽകും. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എടുത്തതേ ഉള്ളൂ. നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് അരയണമെന്നില്ല, ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ അരച്ചെടുത്താലും മതി. അപ്പം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഈ വെള്ളമുള്ള സാധനങ്ങളായ കറ്റാർവാഴ, നെല്ലിക്ക ഇതൊക്കെ ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പം അരയാൻ എളുപ്പമാണ്. അപ്പം അടിയിൽ ഈ വെള്ളമുള്ള സാധനം കിടക്കുമ്പം പെട്ടെന്ന് നമുക്കിത് വെള്ളം ഇറങ്ങിയിട്ട് അരഞ്ഞ് കിട്ടാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം ഇലകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ ഇലകളൊക്കെ ഞാൻ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്, പിഴിഞ്ഞെടുക്കുന്നില്ല. നമുക്ക് പിഴിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ആ സമയത്ത് ഉലുവയും കരിഞ്ചീരകവും ആ തെച്ചിപ്പൂ ഇതിൻ്റെ അകത്ത് മിക്സിയിൽ ചേർക്കരുത്, അത് സെപ്പറേറ്റ് അരച്ച് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ കാച്ചാനുള്ള പാത്രത്തിലേക്ക് അത് മാറ്റാം. അരപ്പെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇത് മാറ്റി വെക്കണം. മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് കാച്ചിയെടുക്കാം. അതേപോലെ എണ്ണ കാച്ചുന്ന പാത്രം ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എണ്ണ കാച്ചുന്ന പാത്രം കുറച്ച് വലിപ്പം ഉള്ളതും കൂടെ എടുക്കാൻ നോക്കുക. അപ്പോൾ വെളിച്ചെണ്ണ കാച്ചുന്നത് പോലെയല്ല ഈ നല്ലെണ്ണ കാച്ചുന്നത്. നല്ലെണ്ണ കാച്ചുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി തൂവിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വലിയ പാത്രം എടുക്കാൻ നോക്കുക. അപ്പോൾ എണ്ണയും അരപ്പ് നന്നായിട്ട് മിക്സാക്കി 2 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം കാച്ചാനെടുക്കാം. 2 മണിക്കൂറിന് ശേഷം ഞാൻ കാച്ചാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇത് കാച്ചിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അരപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ശരിയായ രീതിയിൽ നമുക്ക് കാച്ചിയെടുക്കാനും പറ്റത്തില്ല. എണ്ണ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് സിമ്മിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ അരപ്പുകളെല്ലാം താഴെ അടിയിൽ ആയിരിക്കും. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിത് നിരന്തരം ഇത് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ അരപ്പെല്ലാം മുകളിൽ പൊങ്ങി വരും. ഏകദേശം മുക്കാൽ സമയം ആകുമ്പോഴത്തേക്കാണ് ഈ അരപ്പെല്ലാം മുകളിൽ പൊങ്ങി വരുന്നത്. അന്നേരത്തേക്ക് നമുക്ക് ഇടവിട്ട് ഇളക്കിയാൽ മതി. ഈ സമയത്ത് നമുക്ക് ഇനി ഇടവിട്ട് ഇളക്കിയാലും മതി. അരപ്പെല്ലാം മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് മൂക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത് തന്നെ ശ്രദ്ധിച്ചോണം. അത് കരിയരുത് കഴിഞ്ഞാൽ എണ്ണയുടെ ഗുണം പോകും. നമ്മൾ ഒരു മണൽ പരുവത്തിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. എണ്ണ കരിഞ്ഞു പോയാൽ നമുക്കത് ദോഷം ചെയ്യും. പനിയും ജലദോഷവും തലവേദനയൊക്കെ ഉണ്ടാവും. അപ്പം കരിഞ്ഞു പോകാതെ ഇതൊരു മണൽ പരുവത്തിൽ എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ഗ്രാമ്പുവും
ഒരു 3-4 മണി കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഈ കുരുമുളക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എണ്ണ പാകമായെന്ന്. അതുപോലെ തന്നെ ഈ നല്ലെണ്ണ കാച്ചുമ്പോൾ ഇങ്ങനെ പത വന്നുകൊണ്ടേയിരിക്കും. പത അടങ്ങിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അരപ്പ് കരിഞ്ഞു പോവും. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നല്ല മണൽ പരുവത്തിലായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നീലാംബരിയുടെ പൊടിയാണ്. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതും കരിഞ്ഞു പോകും. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചൂടിൽ കിടന്ന് ഇത് മുരിഞ്ഞോളും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഈ പാത്രത്തിൽ എണ്ണ വെച്ചേക്കരുത്, വീണ്ടും എണ്ണ മൂക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് അരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഉണങ്ങിയ പാത്രവും അരിപ്പയും എടുത്തിട്ടുണ്ട്. അരിപ്പയിലേക്ക് ഒരു തുണി എടുത്തിട്ടുണ്ട്, ഒരു കോട്ടൺ തുണി. കോട്ടൺ തുണി അരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് അരിച്ചെടുക്കാൻ പറ്റും. ഒട്ടും തരിയില്ലാതെ അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ചൂടോടെ തന്നെ ഞാനിത് മുഴുവൻ എണ്ണയും അരിച്ച് മാറ്റുവാണ്. അപ്പോൾ എണ്ണ കാച്ചുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.